ഒന്നാമത്തെ കാര്യം സ്കൂളിൽ വിടുന്ന ആ ഒരു പ്രായമാകുമ്പത്തേനും നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നന്നായി കൈ കഴുകാനായിട്ട് പഠിപ്പിക്കണം. നമ്മൾ പുറത്ത് പോയി കളിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് കളിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒക്കെ അവർക്ക് ബാത്റൂമിൽ പോകുമ്പോഴും ഒക്കെ ഈ കൈ എങ്ങനെയാണ് കഴുകേണ്ടത്, അതായത് നമ്മൾ കോവിഡ് ആയിരുന്നപ്പോൾ ചെയ്ത് ഓർമ്മയില്ലേ, അങ്ങനെ ശരിക്കും കൈ കഴുകേണ്ടത്. ഇങ്ങനെ കാണിച്ചിട്ട് പോവല്ലേ, വാഷ് ബേസിന് ചൂട്ടിൽ പോയി വെള്ളം ഒന്ന് തട്ടിക്കളഞ്ഞ് വെച്ച് പോകുന്നതല്ല കൈ കഴുകൽ. ശരിക്കും നന്നായി കൈ കഴുകാനായിട്ട് അവരെ ശീലിപ്പിക്കണം. അതുപോലെ തന്നെ സ്കൂളിൽ പോകേണ്ട പ്രായമാകുമ്പോഴേക്കും ഒരു തുമ്മലോ ചുമയോ വന്നാൽ ഒരു ടവൽ കൊണ്ട് മുഖം പൊത്തിപ്പിടിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അവരോട് തന്നെ അവർ കാര്യം തന്നെ പറഞ്ഞാൽ മതി, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ പിടിച്ചില്ലെങ്കിൽ അമ്മയുടെ മേത്തോട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ മേത്തോട്ട് ഈ ജേംസ് എല്ലാം കൂടെ മോൻ്റെ വായിൽ നിന്ന് പറന്ന് വരും, അമ്മയ്ക്ക് അസുഖം വരും, അപ്പം കുഞ്ഞിനും അസുഖം വരും, ബാക്കി വീട്ടിലുള്ള എല്ലാവർക്കും അസുഖം വരും. അങ്ങനെ വരാതിരിക്കാനായിട്ട് പൊത്തിപ്പിടിക്കണം എന്ന് കാര്യം പറഞ്ഞ് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അത് നേരത്തെ തന്നെ ശീലിപ്പിക്കുക. അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും അവരങ്ങനെ ചിരിച്ചോളും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴേ ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കേണ്ടി വരും. കാരണം നമ്മൾ നേരത്തെ ഇത്രയും കാലവും എഴുന്നേറ്റുകൊണ്ടിരുന്നതിനേക്കാളും കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റാൽ മാത്രമേ ഒന്നുകിൽ സ്കൂൾ ബസ്സിൻ്റെ സമയം അല്ലെങ്കിൽ അങ്ങോട്ട് എടുക്കുന്ന ട്രാവൽ ടൈമും ഒക്കെ കണക്കിലെടുത്ത് ഇവർ റെഡി ആയിപ്പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പോകണ്ടേ, അങ്ങനെ റെഡി ആയി പോകാൻ സമയം കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പം നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കാൻ വേണം, എന്നാൽ രാത്രി വരെ മറ്റേ കളിച്ച് ശീലിച്ച പിള്ളേർ ഉറങ്ങത്തുമില്ല. അങ്ങനെ വരുമ്പം ഉറക്കക്കുറവ് വരുമ്പോഴും ഈ ഒരു ക്ഷീണം വരും. അങ്ങനെയും അവർക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന പ്രായമാകുമ്പോഴത്തേനും നമ്മൾ ഒന്നാമതായിട്ടും ചെയ്യേണ്ട കാര്യം ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക. അവരുടെ സ്ലീപ്പ് ടൈം അഡ്വാൻസ് ചെയ്യുക. ഓരോ ആഴ്ചയും നമ്മൾ ഒരു ഹാഫ് ആൻ അവർ വീതം അഡ്വാൻസ് ചെയ്ത് ഒരു 8:30 മസ്റ്റായിട്ടും, അതായത് 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുങ്ങളൊക്കെ ഒരു 8:30 ആകുമ്പോഴെങ്കിലും ഉറങ്ങണം. അതിപ്പം 10 o'clockനോ 11 o'clockനോ ഉറങ്ങുന്നതെങ്കിൽ ഓരോ ദിവസവും 11 o'clockന് ഉറങ്ങുന്ന കുഞ്ഞിനെ ഒരാഴ്ച 10:30 കിടത്തുക, അടുത്ത ആഴ്ച 10 o'clockന് കിടത്തുക. അങ്ങനെ കിടത്തി ശീലിച്ച് നേരത്തെ ഉറക്കണം. അപ്പം ഈ പ്രോപ്പറായിട്ടുള്ള ഉറക്കം, റെസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. ആ ഉറക്കം കിട്ടിയില്ലെങ്കിലും വേഗം അസുഖം വരാൻ സാധ്യതയുണ്ട്.